മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സംസാരിക്കുന്നത് സൂക്ഷിച്ച് സംസാരിക്കണം. മറ വെച്ചിട്ടുണ്ടാകും അവൾ, അതിൻ്റെ അപ്പുറവും അവൾ ചെയ്യും. എങ്കിൽ പിന്നെ നമ്മൾ എപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം നോക്കിയാൽ മതി, നമുക്ക് ഇറങ്ങേണ്ടി വരും എന്നിങ്ങനെ ദുർഗ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ കരുണ ചോദിക്കുകയാണ്, അപ്പോൾ ഉണ്ണിയേട്ടന് ഒന്നുമില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. വാമദേവൻ പറയും, ശരിക്ക് പറഞ്ഞാൽ അവൻ്റെ അമ്മയുടെ വീടാണിത്, അവന് ഉണ്ണിക്കൊന്നുമില്ല, ഉണ്ണിയുടെ വീടല്ല, അപ്പോൾ അവൻ്റെ അമ്മയുടെ വീട് അവനാണ് സ്വന്തം വരിക, അല്ലാതെ ഉണ്ണിക്കല്ലല്ലോ വരിക എന്ന് പറയും. അത് കേൾക്കുമ്പോൾ കരുണ പറയണം കേട്ടോ, എനിക്ക് നേരത്തെ തന്നെ സംശയം ഉണ്ടായിരുന്നു, അങ്ങേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പല പ്രാവശ്യം, ഇനി ഓഫീസിലും ബിസിനസ്സിലും ഒന്നുമില്ലേ ഉണ്ണിയേട്ടന്, എനിക്ക് എൻ്റെ അച്ഛനോടും മുത്തശ്ശിയോടും പറയാൻ തന്നെ വിഷമാവണു എനിക്ക് എന്നിങ്ങനെ പറയണം കേട്ടോ. ഇല്ല മോളെ, അങ്ങനെയൊന്നുമില്ല, അവന് ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ട് എന്ന് ദുർഗ പറയണം കേട്ടോ. നമുക്കൊരു കാര്യം ചെയ്യാം മോളെ, നമുക്ക് അവരെ എന്തായാലും വേർപിരിപ്പിക്കണം, അല്ലാതെ ഒരിക്കലും നടക്കാൻ പറ്റില്ല. അവളെന്തായാലും അവനെ എഴുന്നേൽപ്പിച്ച് നടക്കാനാണല്ലോ ശ്രമിക്കുന്നത്, ആ ഉദ്ദേശം അവളുടെ ഒഴിവാക്കിപ്പിക്കണം, രണ്ടിലൊരാൾ മതി ഇനി എന്നിങ്ങനെ കരുണയും ദുർഗയും കൂടി സംസാരിക്കുകയാണ്. പിന്നീട് പ്രതാപം പറയാണ്, നമുക്കൊന്ന് മാറ്റി പിടിച്ചാലോ, അവൻ നടക്കുമായിരുന്നു, അന്ന് കാലത്ത് അത് ഞാനായിരുന്നു കൂടെ നിന്നിട്ടുണ്ടായിരുന്നത്, അത് കാരണം അവൻ ഡോക്ടർമാരും കൂടി പറഞ്ഞു കാല് ചലിപ്പിച്ച് കഴിഞ്ഞ് അവൻ എണിച്ച് നടക്കുന്നു, അവൻ അങ്ങനെ വീൽ ചെയറിലാക്കാൻ കാരണം ഞങ്ങളായിരുന്നു. ഇപ്പോൾ അവൾ ഇതിനെല്ലാം കൂടിയിട്ട് മെനക്കെട്ടിട്ട് ഇനി അവൻ എണീറ്റ് നടക്കാൻ തുടങ്ങിയാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല നമ്മുടെ മക്കൾ, അത് കാരണം ഇത് മാറ്റി പിടിച്ചേ നടക്കുകയുള്ളൂ എന്നിങ്ങനെ പ്രതാപം പറയണം കേട്ടോ. പ്രതാപനോട് വാമദേവൻ പറയണം. അപ്പോൾ പ്രതാപൻ പറയേണ്ടത്, ഞാൻ എന്തായാലും ഒരു ഐഡിയ കണ്ടിട്ടുണ്ട്, അവളുടെ അമ്മനോട് പറഞ്ഞിട്ട് ഞാൻ ഒരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അവളുടെ അമ്മ മോഹിനിയില്ലേ, അവൾ പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്കെല്ലാം വേദവാക്കുവാണ്, ഞാൻ അവളെ അടുത്ത് ഒരാളെ പറഞ്ഞു വിട്ടിട്ടുണ്ട് എന്ന് പറയണം കേട്ടോ. പിന്നീട് മുത്തശ്ശി മോഹിനിയോട് ഇത്തിരി മോര് കൊണ്ടുപോവാ എന്നിങ്ങനെ പറയണം കേട്ടോ. കൊണ്ടുവന്നതും എന്താ അത്ര വൈകി നീ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. എന്നാൽ അമ്മയ്ക്ക് ചെയ്യായിരുന്നില്ലേ എന്ന്, ഞാൻ നീയുള്ളപ്പോൾ ഞാൻ എന്തിനാടി ചെയ്യുന്നത് എന്നിങ്ങനെ മോഹിനിയെ കുറ്റം പറഞ്ഞുകൊണ്ട് മോര് കുടിക്കണം. അപ്പം തന്നെ ഒരു ഒരു സ്ത്രീ വരികയാണ് കേട്ടോ. അവരിത്തിരി മോരും വെള്ളം വേണം പറയും. ആ ശരി തരാ പറയും. എന്തിനാ മോരും വെള്ളം എന്ന് മുത്തശ്ശി ഇങ്ങനെ പറയണം കേട്ടോ. അതിന് ശേഷം അവർ മോരും വെള്ളം കൊണ്ടുവന്ന് കൊടുത്തതിന് ശേഷം പറയാണ്, ഇവിടെ നിങ്ങൾക്ക് 2 മക്കളല്ലേ ഉള്ളത്, മൂത്തവൾ മഹാലക്ഷ്മിയാണ്, ആ മഹാലക്ഷ്മിയുടെ പാദസേവ ചെയ്തെങ്കിൽ മാത്രമേ രണ്ടാമത്തെ അവൾക്ക് സുഖപ്രസവം നടക്കുകയുള്ളൂ, അതുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്യണം എന്നിങ്ങനെ പറയണം. അത് കേൾക്കുമ്പോൾ മുത്തശ്ശിക്ക് ദേഷ്യം വന്നിട്ട് ആ അമ്മയെ പറഞ്ഞു വിടുകയാണ് കേട്ടോ, ഇനി മേലിൽ നീ ഇവിടെ വരരുത്, നിനക്കൊന്നും തരൂല്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം മുത്തശ്ശി പറയണ്ട, ഞാൻ വരും, നിങ്ങളുടെ ഇളയ മൂത്ത മോൾക്ക് പാദസേവ ചെയ്തെങ്കിൽ മാത്രമേ അവൾക്ക് നല്ലൊരു കുഞ്ഞിനെ പ്രസവിക്കുള്ളൂ, നിങ്ങളുടെ മൂത്ത മോൾക്ക് ദേവീ ചൈതന്യമുള്ളതാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. മുത്തശ്ശി ആ അമ്മയെ ആട്ടി പറഞ്ഞയക്കുകയാണ്. പിന്നീട് മോഹിനി പറയണ, ജ്യോത്സ്യർ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മോൾക്ക് ദേവീ ചൈതന്യം ഉണ്ട് എന്ന്, ആ ജ്യോത്സ്യർ കള്ളം പറയേടി എന്നിങ്ങനെ മുത്തശ്ശി പറയണം കേട്ടോ. എന്തായാലും ശരി, ഇങ്ങനെ പറഞ്ഞതല്ലേ, ഞാൻ എന്തായാലും ഒരു നല്ല ജ്യോത്സ്യരെ കണ്ടിട്ട് വരട്ടെ എന്ന് മുത്തശ്ശി പറയണം. വാമദേവനും മേഘദേവനും കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. അവൾക്ക് എന്നെ ഒരു കുഴപ്പവുമില്ല, പക്ഷേ അവനാണ് നിർബന്ധം എന്നെ കല്യാണം കഴിച്ച് തരില്ല എന്ന് പറയുന്നത്. എന്തായാലും അവൻ എണിച്ച് നടക്കാനല്ലേ തീരുമാനിച്ചിരിക്കുന്നത്, ഏതായാലും വൈദ്യരുടെ അടുത്തേക്ക് പോവട്ടെ അവൻ, ഞാൻ അവിടെ വെച്ച് തന്നെ അവനെ തീർക്കും, അത് ഉറപ്പായ കാര്യമാണ്. എൻ്റെ ആൾക്കാരുണ്ട്, അവൻ്റെ കാൽവിരലിന് ചലനശേഷി വരുന്നതിന് മുമ്പേ അവനെ ഞാൻ ഇല്ലാതാക്കും, അത് ഉറപ്പായ കാര്യമാണ് എന്നിങ്ങനെ ദേവനോട് മേഘനാഥൻ പറയണം കേട്ടോ. അതേസമയം മേഘനാഥൻ ഭാര്യയോട് ഇങ്ങനെ പറയണം കേട്ടോ, അവൻ്റെ അച്ഛന് പറ്റിയ അതേ ഗതിയാണ് അവനും പറ്റിയ, എന്താണ് പറഞ്ഞാൽ അവൻ്റെ അച്ഛൻ അതിബുദ്ധി കാണിച്ചതാണ്, അതോടുകൂടി അവൻ്റെ അച്ഛൻ പോയി, അതേപോലെ തന്നെ മേഘൻ അവനെ ഇല്ലാതാക്കും, അവസാനം അവൻ്റെ ആത്മാവ് ചുറ്റിത്തിരിഞ്ഞ് നടക്കാനുള്ള അവസരം വരും എന്നിങ്ങനെ പറയണം കേട്ടോ.